ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل أتعلمون الله بدينكم والله يعلم ما في السماوات والله يعلم ما في السماوات وما في الأرض والله بكل شيء عليم. സ്നേഹമുള്ള വിശ്വാസിനികൾ, നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ സർവലോക പരിപാലകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും പൂർണ്ണമായും ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രമാണങ്ങൾക്കനുസരിച്ച് ദീനിൻ്റെ നന്മകളിൽ സജീവമാകാനും സർവ്വ അധർമ്മങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും അകന്ന് ജീവിക്കാനും അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിലെ രോഗികൾക്ക് അല്ലാഹു ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ വിശ്വാസികളായ നമ്മുടെ സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവർ, അല്ലാഹു അവർക്കൊക്കെയും മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വിഷയത്തെ ഏത് രീതിയിൽ കൊണ്ടുപോകണം, ഏതൊക്കെ വിഷയം സമൂഹത്തിനിടയിൽ നിസ്സാരമായി അവതരിപ്പിക്കണം, ഏതൊക്കെ വിഷയങ്ങളാണ് സമൂഹത്തിൻ്റെ ചർച്ചയിൽ സജീവമായി നിലനിർത്തേണ്ടത്, കത്തിച്ചു നിർത്തേണ്ടത് എന്നൊക്കെ ഇന്ന് തീരുമാനിക്കുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണ്. സോഷ്യൽ മീഡിയയിൽ ചില ട്രെൻഡുകൾ ഉണ്ടാക്കുകയും ആ ട്രെൻഡുകൾക്കനുസരിച്ച് പ്രത്യേകിച്ചും പുതിയ തലമുറ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഏതെങ്കിലും ഭൗതികമായ വിഷയത്തിലോ കായികമായ രംഗങ്ങളിലോ രാഷ്ട്രീയ രംഗങ്ങളിലോ മാത്രമല്ല, മതകാര്യത്തിൽ പോലും സോഷ്യൽ മീഡിയയിലെ ചർച്ചകളും സോഷ്യൽ മീഡിയയിലെ ട്രെൻഡുകളും മനുഷ്യൻ്റെ മതങ്ങളെയും ആചാരങ്ങളെയും ആഘോഷങ്ങളെയും ഒക്കെ തീരുമാനിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, കഴിഞ്ഞ ഒരാഴ്ചയിൽ മാത്രം നമ്മുടെ നാട് കടന്നുപോയ ചില സാഹചര്യങ്ങളെ വിലയിരുത്തുമ്പോൾ
ചില കാര്യങ്ങൾ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ആ കാര്യങ്ങളുടെ മതപരമായ ഒരു തലം എന്താണ് എന്നതാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതിലൊന്ന്, മതപരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയോ നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞതുപോലെ ആ ജീവിതം കണ്ട് നന്മകൾ പഠിച്ച സ്വഹാബത്തിൻ്റെയോ മാതൃക ഇല്ലെങ്കിലും മതകാര്യങ്ങൾ തങ്ങൾക്ക് തോന്നിയ പോലെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന ഒരു ചർച്ച, ആ നിലക്കുള്ളൊരു സമൂഹത്തെ വഴിതിരിച്ചുവിടുന്ന ചില കാര്യങ്ങൾ നമ്മൾ ഈ നബിദിനാഘോഷവുമൊക്കെയായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മതത്തിൽ ഒരു കാര്യം പുണ്യമാകണമെങ്കിൽ അത് അള്ളാഹുവിൻ്റെ ഖുർആനോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ നമ്മെ പഠിപ്പിക്കണം എന്നത് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ മനസ്സിലാക്കിയതാണ്. എന്നാൽ അതൊന്നുമില്ലെങ്കിലും ഞങ്ങൾക്ക് തോന്നിയ പോലെ എല്ലാം കൊണ്ടു നടക്കും. പ്രത്യേകിച്ചും നബിദിനവുമൊക്കെയായി ബന്ധപ്പെട്ട് അതിന് അള്ളാഹുവിൻ്റെ റസൂൽ ചെയ്തിട്ടുണ്ടോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ അവിടുത്തെ സ്വഹാബത്തിൽ അതിനെന്തെങ്കിലും മാതൃകയുണ്ടോ, അവർ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും ആവശ്യമില്ല. എല്ലാവർക്കും സ്വതന്ത്രമായി എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു ദീനിയായ കാര്യമാണ് നബിദിനം എന്നൊക്കെ പറയുന്ന ചില ചർച്ചകൾ പണ്ഡിതന്മാരെന്ന് പറയുന്നവർ പോലും സോഷ്യൽ മീഡിയയിൽ വന്ന് നടത്തുന്നത് നമ്മൾ കാണുകയുണ്ടായി. സഹോദരങ്ങളെ, സ്വഹാബത്ത് ചെയ്തോ എന്നതൊന്നും നമ്മൾ നോക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ ആരാണ് ഈ സ്വഹാബത്ത്? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, കാന റജുലു മിന്ന ഇദാ തഅല്ലമ 10 ആയാത്തിൻ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ അള്ളാഹുവിൻ്റെ ഖുർആനിൽ നിന്ന് 10 ആയത്തുകൾ പഠിച്ചാൽ ലം യുജാവിസുഹുന്ന ഹത്താ യഅരിഫ മആനിയഹുന്ന വൽ അമല ബിഹിന്ന, ആ 10 ആയത്ത് എന്താണ് അർത്ഥമാക്കുന്നത്, അതിൻ്റെ ആശയം എന്താണ്, അതിലുള്ള കാര്യം എന്താണ് എന്ന് പഠിക്കാതെയോ ആ 10 ആയത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ ജീവിതത്തിൽ പ്രവർത്തിക്കാതെയോ അടുത്ത ആയത്തുകളിലേക്ക് ഞങ്ങൾ കടന്നു പോകാറില്ല എന്ന് സ്വഹാബത്ത് അവരെ കുറിച്ച് പറയാൻ. അങ്ങനെ വിശുദ്ധ ഖുർആനിൽ 6200 ചില്ലാനം വരുന്ന ആയത്തുകൾ മുഴുവനും അത് മനഃപ്പാടമാക്കി അതിൻ്റെ ആശയം പഠിച്ച് ജീവിതത്തിൽ പകർത്തിയ സ്വഹാബത്ത് അവർ ചെയ്തോ എന്ന് നോക്കേണ്ടതില്ല എന്ന് പറയുന്ന ആളുകൾ, അതിൻ്റെയും അപ്പുറം കടന്നുപോയിട്ട് തങ്ങളുടെ ചില നേതാക്കന്മാർ, ആ നേതാക്കന്മാർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മതി, അവരൊന്നും പോകാത്ത സ്വർഗം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നുവരെ പറയുന്ന ആളുകളെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണാൻ. ചില ആളുകളുടെ പേരൊക്കെ എടുത്തു പറഞ്ഞ് ഞാനൊരു ഖുതുബയിൽ അവരുടെ പേര് പരാമർശിക്കുന്നില്ല. അത്തരം നേതാക്കന്മാരുടെ പേര് പറഞ്ഞിട്ട് പറയാണ്, ഇവരൊന്നും ഇല്ലാത്ത സ്വർഗം ഞങ്ങൾക്കും വേണ്ടെന്ന്. എന്നിട്ട് ഇതിനൊക്കെ തെളിവില്ലെങ്കിലും നിങ്ങൾ ധൈര്യമായി ചെയ്തോളൂ എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, പരലോകത്തെ ഒരു രംഗം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ ചില ആളുകൾ അള്ളാഹുവിനോട് പറയാണ്, വഖാലൂ റബ്ബനാ ഇന്നാ അതഅനാ സാദതനാ വകുബറാഅനാ ഫഅളല്ലൂന സബീലാ. അതിന്റെ മുമ്പത്തെ ആയത്തിൽ അള്ളാഹു പറയാണ്, ചില ആളുകൾ പരലോകത്ത് വിലപിക്കും, പഠിച്ചോനെ ഞങ്ങൾ അള്ളാഹിന്റെ റസൂലിനെ കണ്ട ആ രൂപത്തിൽ ജീവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്നിട്ട് അവർ പറയാണ്, വഖാലു, അവർ പറയും, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഇന്നാ അതഅനാ സാദതനാ വകുബറാഅനാ, ഞങ്ങൾ ഞങ്ങളുടെ സാദാത്യങ്ങളെ, ഞങ്ങളുടെ നേതാക്കന്മാരെ, ഞങ്ങളുടെ കൂട്ടത്തിലെ വലിയ വലിയ ആൾക്കാരൊക്കെ അവരെയാണ് ഞങ്ങൾ പിൻപറ്റിയത്. ഫഅളല്ലൂന സബീലാ, അവർ ഞങ്ങളെ വഴി തെറ്റിച്ച് കളഞ്ഞല്ലോ റബ്ബേ. എന്നിട്ട് അടുത്ത ആയത്ത് എന്താണെന്നറിയോ? ഇവിടെ പറയുന്നത് അവരൊന്നുമില്ലാത്ത സ്വർഗം വേണ്ടെന്നാണെങ്കിൽ പരലോകത്തെ വാക്ക് റബ്ബനാ ആതിഹിം ദിഅഫൈനി മിനൽ അദാബ് വൽഅൻഹും ലഅനൻ കബീറാ. പ്രചോദനം, ഒരിക്കൽ ഇരട്ടി ശിക്ഷ കൊടുക്കുകയും അവരെ നീ അങ്ങേയറ്റം ശപിക്കുകയും ചെയ്യണമേ എന്ന് പരലോകത്ത് പറയുന്ന. അതുകൊണ്ട് സഹോദരങ്ങളെ, സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾക്കപ്പുറം ഇത്തരം കാര്യങ്ങൾ കൊണ്ടു നടക്കുമ്പോൾ അതിൻ്റെ പ്രമാണം നമ്മൾ നോക്കണം. രണ്ടാമത്തെ ഒന്ന്, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ നമ്മൾ കാണുന്നത് ചില കാര്യങ്ങളൊക്കെ
അത് മതം ചെയ്യരുത് എന്ന് പറഞ്ഞതാണെങ്കിലും ഞങ്ങളത് ചെയ്യും എന്ന ഒരു വാശി, പ്രത്യേകിച്ചും ആഘോഷങ്ങളുടെ കാര്യത്തിൽ, മറ്റുള്ളവരുടെ ആരാധനകൾ ഏറ്റെടുക്കുന്ന കാര്യത്തിൽ ഇസ്ലാം വെച്ച അതിർവരമ്പുകളൊക്കെ എടുത്തു മാറ്റിയിട്ട് ഒരു തരം വാശി കാണിച്ച് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യും എന്ന് പറയുന്ന ചില കാഴ്ചകൾ, വീഡിയോകൾ നമ്മൾ കാണുകയുണ്ടായി. വിശുദ്ധ ഖുർആന്റെ സൂറത്തു നൂറിലെ 63-ാമത്തെ ആയത്തിൽ അല്ല പറയാണ്, പ്രവാചകനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ആ ആയത്തിന്റെ അവസാന ഭാഗത്ത് അല്ല പറയാണ്, ഈ പ്രമാണം പഠിപ്പിച്ച അള്ളാഹിന്റെ റസൂലിന് എതിരാകുന്ന ആളുകൾ, അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഒരു കൽപ്പനക്ക് എതിര് പ്രവർത്തിക്കുന്നവർ, അവർ കാത്തിരിക്കട്ടെ. എന്താണ് അവർ കാത്തിരിക്കേണ്ടത്? അവർക്ക് അള്ളാന്റെ പരീക്ഷണവും വലിയ ശിക്ഷയും വരുന്നതിനെ അവർ കാത്തുകൊള്ളട്ടെ എന്നാണ്. എന്തൊക്കെയാണ് നമ്മുടെ കുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെയാണ് മുതിർന്നവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? സർവ്വ അതിർവരമ്പുകളും ലംഘിച്ച് എല്ലായിടത്തും കൂടിക്കഴിഞ്ഞാലേ ഞാനൊരു മതേതരനാകൂ എന്ന് ചിന്തിക്കുന്ന ആളുകൾ, അവിടെ മതത്തിൻ്റെ വിലക്കുകളെപ്പോലും എടുത്തെറിയുന്ന കാഴ്ച. മൂന്നാമത്തെ ഒന്ന്, മതത്തിന് പുറത്ത് വൈബുണ്ടോ എന്ന് തേടുകയാണ് ആളുകൾ. മതത്തിൻ്റെ അതിർവരമ്പാണ് കഴിഞ്ഞാലേ നമുക്ക് ആസ്വാദനം കിട്ടുകയുള്ളൂ എന്ന് ചിന്തിക്കുന്ന ആളുകൾ. സഹോദരങ്ങളെ, ഈ ദീന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം മക്കള് വിളിച്ചു വരുത്തിയിട്ട് കൊടുത്ത ഉപദേശത്തിലുള്ളൊരു കാര്യം എന്താ? ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ, മക്കളെ അള്ള നിങ്ങൾക്ക് തെരഞ്ഞെടുത്തു തന്നതാണ് ഈ ദീൻ. അള്ള തെരഞ്ഞെടുത്തെന്ന മതമാണ് അൽഹംദുലില്ലാ. ആ ദീനിനെ കുറിച്ച് അള്ള തന്നെ പറഞ്ഞത് എന്താ? വഅത്മംതു അലൈക്കും നിഅമതി എന്ന് പറഞ്ഞത് എൻ്റെ അനുഗ്രഹമാണ്. ഈ അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് ഇതാ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. ഇങ്ങനെ പടച്ചോൻ തെരഞ്ഞെടുത്ത് തന്ന അള്ളാന്റെ അനുഗ്രഹമായ ഈ ദീൻ, ഇതിൻ്റെ അതിർവരമ്പാണ് കടന്നാലേ എനിക്ക് ആസ്വാദനം കിട്ടും, അവിടെയാണ് വൈബ് എന്ന് തേടി ഇതിൻ്റെ ഒക്കെ പിന്നാലെ പോകുക. എന്നിട്ട് റീൽസും ഷോർട്സും ഇതിൻ്റെയൊക്കെ പിന്നാലെ പോയി തുള്ളാനും ചാടാനും അതിന് പ്രത്യേക ഡ്രസ് കോഡുകൾ സ്വീകരിക്കാനും ഒക്കെ, പ്രത്യേകിച്ചും ജെൻസി എന്ന് പറയുന്ന നമ്മുടെ പുതിയ തലമുറ അതിന് തയ്യാറാകുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കാൻ. ഒക്കെ ഇൻസ്റ്റഗ്രാമിലൊന്ന് പോസ്റ്റ് ചെയ്താൽ മതി എന്നാണ്. എന്നിട്ട് ഇപ്പോൾ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് നടക്കുന്ന ചർച്ച എന്താ? അങ്ങനെ പോകുന്ന പല വീഡിയോസും ചിത്രങ്ങളും ആളുകൾ ദുരുപയോഗം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഇതേ ആളുകൾ തന്നെ വിലപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെയായി. അപ്പോൾ മതം വിട്ടുപോയാലാണ് ആസ്വാദനം എന്ന് ചിന്തിക്കുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നാലാമത്തൊരു വിഭാഗം, ഈ ഒരു സമൂഹത്തിനിടയിൽ നിന്നുകൊണ്ട് മതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഒരു പേടിയുമില്ലാതെ ഫത്വ കൊടുക്കുന്ന ആളുകൾ, മതത്തിൻ്റെ ബാലപാഠം പോലും പഠിച്ചിട്ടില്ലാത്ത, മര്യാദയ്ക്ക് 2 സൂറത്ത് ഹിഫ്ളുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയാത്ത, സ്വഹീൽ ബുഖാരിയെക്കുറിച്ച് സ്വഹീഹ് മുസ്ലിമിനെ കുറിച്ച് മുസ്ലിം ലോകത്തെ ചർച്ച എന്താണെന്ന് പോലും അറിയാത്ത, സ്വഹാബത്തിനെ കുറിച്ച് അറിയാത്ത ആളുകൾ പ്രത്യേകിച്ച് ചാനലുകളിലൊക്കെ വന്ന് എന്തൊക്കെ ഫത്വ കൊടുക്കുന്നത്. എന്തും കഴിക്കാനും എവിടെയും തുള്ളാനും എന്തുമാകാനും മതത്തിൻ്റെ ഫത്വ കൊടുക്കുന്ന ആളുകൾ, അവനവൻ ചെയ്യുന്നതൊക്കെയാണ് ശരിയായ ദീൻ എന്ന് പറയുന്നവർ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് ചോദിച്ചൊരു ചോദ്യമുണ്ട് സൂറത്തുൽ ഹുജറാത്തിൽ, ഖുൽ അതുഅല്ലിമൂനല്ലാഹ ബിദീനിക്കും, മനുഷ്യരെ നിങ്ങൾ നിങ്ങളുടെ ദീൻ അള്ളാനെ പഠിപ്പിക്കുകയാണോ? അള്ളാഹും റസൂലും പഠിപ്പിച്ച ദീന് വിട്ട് നിങ്ങൾ അള്ളാനെ അങ്ങോട്ട് ദീന് പഠിപ്പിക്കുകയാണോ? വല്ലാഹു യഅലമു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, എന്നാൽ അള്ളാഹ് ആകാശഭൂമികളിലുള്ള എല്ലാം അറിയുന്ന, വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം, എല്ലാത്തിനെ കുറിച്ചും അറിവുള്ളവനാണ് റബ്ബ്. ആ റബ്ബിനെ നിങ്ങളെ ദീന അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണോ എന്ന വിശുദ്ധ ഖുർആൻ ചോദിച്ച ചോദ്യം ഏറെ ശ്രദ്ധേയാണ്. അതുകൊണ്ട് ചിലപ്പോൾ നമ്മളും ഉണ്ടാകും, ബിസിനസ് രംഗത്തൊക്കെയുള്ള ആളുകൾ, സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവർ, ഓഫീസിലുള്ളവർ, രാഷ്ട്രീയ രംഗത്തുള്ളവർ എന്തൊക്കെയാണ് ഫത്വ കൊടുക്കുന്നത്. വലിയ വലിയ നേതാക്കന്മാരാന്ന് പറയുന്ന ആളുകളൊക്കെ എല്ലാ ആഘോഷങ്ങളും ഇപ്പോൾ ഇസ്ലാമിൻ്റെ ആഘോഷമാണോ എന്ന് വരെ ഫത്വ കൊടുക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര ഗൗരവമാണ് സഹോദരങ്ങളെ പടച്ചോനെ ദീൻ പഠിപ്പിക്കുന്ന പടപ്പുകൾ. അഞ്ചാമത്തൊരു കാര്യം, മതത്തെയും മതനിയമങ്ങളെയും വെല്ലുവിളിക്കുന്ന ആളുകൾ. അള്ളാനെ വെല്ലുവിളിക്കുക, ദീനിനെ വെല്ലുവിളിക്കുക. ആ ദീന് പഠിപ്പിക്കുന്ന പണ്ഡിതന്മാരെ, സമൂഹത്തിൽ ദീനിൻ്റെ ഉസ്താദുമാരെ, അവരൊക്കെ ഈ തിന്മകളെ എതിർക്കുമ്പോൾ അവരെ വെല്ലുവിളിക്കുന്ന ആളുകൾ.
നിങ്ങൾ തുള്ളരുതെന്ന് പറഞ്ഞാൽ തട്ടമിട്ടു തന്നെ ഞങ്ങൾ തുള്ളും. നിങ്ങൾ തുള്ളരുതെന്ന് പറഞ്ഞാൽ അതിനുള്ള ഡ്രസ് കോഡുകൾ സ്വീകരിച്ചു തന്നെ തുള്ളും എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ആളുകൾ. സഹോദരങ്ങൾ, അവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ദീന് കൊണ്ടുനടക്കുന്നത് പടച്ചോൻ എന്തേലും കിട്ടാനല്ല, നമുക്ക് വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഒരു ഹദീസിൽ പറയുന്നുണ്ട്, യാ ഇബാദി, എൻ്റെ അടിമകളെ, ലൗ അന്ന അവ്വലക്കും വ ആഖിറക്കും വ ഇൻസക്കും വ ജിന്നക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ആദ്യമുള്ളവനും അവസാനമുള്ളവനും മനുഷ്യരും ജിന്നുകളും എല്ലാവരും കാനു അലാ അത്ഖാ ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും തഖ്വയുള്ള ആളുടെ മനസ്സിൻ്റെ അത്ര ശുദ്ധിയുള്ളവരായി നിങ്ങളെല്ലാവരും ജീവിച്ചാലും മാ സാദ ദാലിക ഫീ മുൽക്കി ശൈആ, എൻ്റെ അധികാരത്തിൽ ഒന്നും കൂടൂല. ലോകത്തെ മുഴുവൻ മനുഷ്യനും ജിന്നുകളും ഏറ്റവും തഖ്വയുള്ള ആൾക്കാരായി ജീവിച്ചാലും എൻ്റെ അധികാരത്തിൽ ഒന്നും കൂടൂല. കാരണം അതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉള്ളത്. ഇനിയോ, യാ ഇബാദി ലൗ അന്ന അവ്വലക്കും വ ആഖിറക്കും വ ഇൻസക്കും വ ജിന്നക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ആദ്യമുള്ളവനും അവസാനമുള്ളവനും ജിന്നും മനുഷ്യനുമൊക്കെ അല അഫ്ജരി ഖൽബി റജുലിൻ വാഹിദ്, ഈ സമൂഹത്തിൽ ഏറ്റവും തെമ്മാടിയായ മനുഷ്യന്റെ മാനസികാവസ്ഥയിൽ ജീവിച്ചാലും മാ നഖസ മിൻ മുൽക്കി ശൈആ, മാ നഖസ ദാലിക മിൻ മുൽക്കി ശൈആ, എൻ്റെ അധികാരത്തിൽ ഒരു കുറവും വരൂല. ലോകത്ത് അള്ളാൻ്റെ എല്ലാ പടപ്പും താന്തോന്നിയായി ജീവിച്ചാലും പടച്ചോനൊരു കുറവുമില്ല. അത് നമ്മയാണ് ബാധിക്കുക എന്ന ബോധ്യമുണ്ടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, റബ്ബിനെ തോൽപ്പിക്കാമെന്ന് നമ്മൾ വിചാരിക്കരുത്, അത് മൂഢമായ ധാരണയാണ്. അതുകൊണ്ട് റബ്ബിനെ തോൽപ്പിക്കാനുള്ള വെല്ലുവിളികൾ അവസാനം നമ്മൾ തന്നെ തോറ്റുപോകും എന്ന ചിന്തയുണ്ടാകണം. നിമിഷങ്ങൾ മതി അതിനൊക്കെ എന്ന് തൊട്ടയൽ രാജ്യമായ നേപ്പാൾ നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് മഞ്ഞുമല സാധാരണയുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി ഒന്ന് ഒഴുകിയപ്പോഴേക്കും 400 കടന്നു മരണമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. ഇത്രയൊക്കെയുള്ള നിമിഷാർത്ഥങ്ങൾ കൊണ്ട് ജീവിതത്തിൻ്റെ സ്വപ്നങ്ങൾ മാറി മറിയും, സർവം തകർന്നടിയും. നിങ്ങൾ വെറുതെ ഒന്ന് ChatGPT-യിലോ ജെമിനിയിലോ അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ ഒന്ന് കയറിയിട്ട് കഴിഞ്ഞൊരു മാസം മാത്രം ലോകത്ത് കടന്നുപോയ പ്രകൃതി ദുരന്തങ്ങളെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. അത്ഭുതപ്പെട്ടു പോകും നമ്മൾ. എവിടേക്കാണ് അഹങ്കരിക്കുന്നത്? എവിടേക്കാണ് നമ്മൾ അഹന്ത കാണിക്കുന്നത്? ആരെയാണ് നമ്മൾ വെല്ലുവിളിക്കുന്നത്? മഴയൊന്ന് കൂടിയാൽ, മഴയൊന്ന് സമയത്തിൻ്റെയും അപ്പുറം നിന്നുപോയാൽ, ഒരിറ്റു മഞ്ഞിൻ്റെ കൂനയൊന്ന് ഉരുകിപ്പോയാൽ തീരാവുന്ന ദുർബലരായ മനുഷ്യരെ നമ്മൾ പടച്ചവനെ വെല്ലുവിളിക്കുക. എല്ലായിടത്തും എല്ലാ വേഷവും കെട്ടി തുള്ളാനും ചാടാനും നമ്മൾ പോകുമ്പോൾ പടച്ചവനൊരു കുറവും സംഭവിക്കുകയില്ല എന്ന ബോധ്യമുണ്ടാകണം. അതുകൊണ്ട് സോഷ്യൽ മീഡിയ അല്ല, പ്രമാണമാണ് നമ്മുടെ ദീനെ നിശ്ചയിക്കേണ്ടത് എന്ന ബോധ്യമുണ്ടാകണം. ആ പ്രമാണത്തിലേക്ക് മടങ്ങുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹമുള്ള വിശ്വാസിനികൾ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു അതിനെ നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസിയായി ജീവിക്കുമ്പോൾ 3 കാര്യങ്ങൾ നമ്മിലുണ്ടെങ്കിൽ നമുക്ക് വല്ലാത്ത സമാധാനമാണ്. ഒന്ന്, സ്വതക്കത്തുൻ ജാരിയ, എന്നും നിലനിൽക്കുന്ന സ്വതക്ക. രണ്ടാമത്തത്, ഉപകാരപ്രദമായ അറിവ്, നല്ല അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തത്. മൂന്നാമത്തത്, നന്മയുള്ള നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല മക്കൾ. ഈ 3ഉം വിട്ടേച്ചു പോകാൻ ഒരു വിശ്വാസിക്ക് കഴിയുന്നുവെങ്കിൽ മുറിയാതെ അതിൻ്റെ നന്മ പരലോകത്ത് അനുഭവിക്കാൻ കഴിയും, ഖബറിൽ അനുഭവിക്കാൻ കഴിയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കാം. ഈ ഹദീസൊക്കെ അങ്ങനെ വായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയ ലത്തീഫ് കയൊക്കെ ചെയ്ത ചില നന്മകൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരും. ലോകത്ത് ഈ നമ്മുടെ നാട്ടിൽ മലയാളക്കരയിൽ എത്ര പള്ളികളിൽ അദ്ദേഹത്തിൻ്റെ സ്വതക്കയുണ്ടാകും, എത്ര നന്മകൾക്ക്. ഇൻഷാ അല്ലാഹ് സെപ്റ്റംബർ മാസത്തിൽ നമ്മുടെ പ്രോഫ്കോൺ വരാനിരിക്കുകയാണ്. അതിലേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ഓഹരി കൊടുത്തിട്ടാണ് അദ്ദേഹം പോയത്. ഇന്നലെ സമാപിച്ച നമ്മുടെ വിദ്യാർത്ഥിനി സമ്മേളനം ഒരു ഓഹരി കൊടുത്തിട്ടാണ് അതിൻ്റെ മുമ്പ് അദ്ദേഹം യാത്ര തിരിച്ചത്. ചില ആളുകൾക്കെങ്കിലൊക്കെ
ഈ മിമ്പറിൽ നിന്നും പള്ളിയിൽ നിന്നൊക്കെ പിരിവിങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ വല്ലാത്തൊരു ഇടങ്ങേറ് ചിലപ്പോൾ തോന്നാറുണ്ട്, ഞാൻ കുറ്റപ്പെടുത്തില്ല. പക്ഷേ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് തളർന്നു വീഴുമ്പോൾ എടുത്തു പറയാൻ ബാക്കി ഇതൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്ന ഒരു ബോധ്യം നമുക്കുണ്ടാകണം. അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് പലപ്പോഴും പലർക്കും വേണ്ടി അദ്ദേഹം ചെയ്തതിൻ്റെ കണക്കുകളൊക്കെ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു അദ്ദേഹത്തിന് അതൊക്കെയും ഖബറിൽ അനുഭവിക്കാൻ, പരലോകത്ത് അനുഭവിക്കാൻ, അതൊക്കെ സ്വർഗത്തിനുള്ള ഒരു വഴിയായി അനുഭവിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഒരു പ്രിയ സുഹൃത്ത്, നമ്മുടെ വിദ്യാർത്ഥി ഘടകത്തിൽ ഏറ്റവും സജീവമായി പ്രവർത്തിക്കുന്ന സാബിർ എന്നു പേരുള്ള നമ്മുടെ ഒരു കുട്ടി കഴിഞ്ഞ ചൊവ്വാഴ്ച ആക്സിഡൻ്റായി. പള്ളിയിലെ ഇമാമാണ്. സുബഹ് നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങവേ അപകടമുണ്ടായി. ഇന്നലെ രാത്രി ആ പൊന്നുമോൻ മരണപ്പെട്ടു. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. കുടുംബത്തിന് അള്ളാഹു ക്ഷമ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെയൊക്കെ ഇവിടെ ദീനി രംഗത്തൊക്കെ സജീവമായി പ്രവർത്തിച്ചിരുന്ന നമ്മുടെ സുഹൃത്ത് റഫീഖ്, കാസർഗോഡ് നിന്ന് വന്ന് ഇവിടെ സജീവമായി പ്രവർത്തിച്ചിരുന്ന നമ്മുടെ റഫീഖ്, അദ്ദേഹത്തിൻ്റെ മാതാവ് കഴിഞ്ഞ ആഴ്ചയിലാണ് മരണപ്പെട്ടത്. ഇങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട് ആളുകൾ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ ദിവസങ്ങളായിരുന്നു. അള്ളാഹു എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. അവർക്കൊക്കെയുമുള്ള പകരക്കാരെ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും അവസരം തരുമാറാകട്ടെ. മരണപ്പെട്ടു പോകുമ്പോൾ ഈ മണ്ണിൽ നന്മകൾ ബാക്കി വെച്ച് പോകാൻ ഭാഗ്യം ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മതരംഗത്ത് ആരൊക്കെ എന്തെല്ലാം സംശയങ്ങൾ സൃഷ്ടിക്കുമ്പോഴും പ്രമാണങ്ങളിൽ ഉറച്ചു നിന്ന്, തൗഹീദിൽ ഉറച്ചു നിന്ന്, സുന്നത്തിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.